ആർടിഒ ഓഫീസുകളുടെ പ്രവർത്തന സമയം ഉച്ചയ്ക്ക് 1 മണി വരെ ആക്കിയ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലർ പിൻവലിക്കണമെന്ന് കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. മോട്ടോർ വാഹന വകുപ്പിന്റെ ബസ് ഉടമകളോടും ജീവനക്കാരോടുമുള്ള നിയമവിരുദ്ധമായ നടപടികൾക്കെതിരെ ഫെബ്രുവരി 27-ന് മാർച്ച് സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഒരു സർക്കാർ സംവിധാനത്തെ അട്ടിമറിക്കുന്ന രീതിയിലാണ് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി 1 മണി വരെ പ്രവർത്തിച്ചാൽ മതി എന്ന വാക്കാൽ കൊടുത്ത നിർദ്ദേശത്തിന് ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നത്. ആർടിഒ ഓഫീസുകളിൽ ക്യാമറ സ്ഥാപിക്കണമെന്ന ഉത്തരവ് നടപ്പാക്കാതെ ബസ്സുകളിൽ 5 ക്യാമറകൾ സ്ഥാപിക്കണമെന്ന ഉത്തരവ് പിൻവലിക്കുക, ബസ് ജീവനക്കാർക്ക് PCC വേണമെന്ന ഉത്തരവ് പിൻവലിക്കുക, സ്പീഡ് ഗവർണർ, GPS എന്നിവയുടെ പേരിലുള്ള കൊള്ള അവസാനിപ്പിക്കുക, ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക, ഡ്രൈവർമാരുടെയും ബസ്സുകളുടെയും പെർമിറ്റ് സസ്പെൻഡ് ചെയ്യുന്നതും അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. ഫെബ്രുവരി 27-ന് ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റ് മാർച്ചും ധർണയും CITU സംസ്ഥാന സെക്രട്ടറി സുനിൽ കുമാർ ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ KBTA സംസ്ഥാന പ്രസിഡന്റ് ജോൺസൺ പടമാടൻ, സെക്രട്ടറി M ഗോകുൽദാസ്, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ശിവാനന്ദൻ നായർ, ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ കോഴിക്കോട് മുൻ ജില്ലാ സെക്രട്ടറി M തുളസീദാസ്, KBTA കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പ്രദീപൻ TK തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിവിധ നൃത്ത ചുവടുകൾ സമന്വയിപ്പിച്ച് മഹാഭാരതത്തിലെ വിവിധ ഭാഗങ്ങൾ